ആ 2011 ടെസ്റ്റ് കഴിഞ്ഞു. ആ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി 5 വർഷം പേപ്പർ ഉണ്ട്. അതെ 79,000 രൂപ കൊടുക്കാം. 79,000 രൂപ ഡീസൽ വണ്ടി 2012 സെക്കൻഡ് ഓണർ ഡീസൽ വണ്ടി സിംഗിൾ ഓണർ ആണ്. 62,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ആ ഡീസൽ സ്വിഫ്റ്റ് ആണ്. VDI ആണ്. സ്വിഫ്റ്റ് VDI ആണ്. 2019 വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. VXI ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും നമ്മുടെ ബെസ്റ്റ് ചോയ്സിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും സ്റ്റോക്കുകളൊക്കെ മാറി ഒരുപാട് വണ്ടിയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. നമ്മൾ നിരന്തരമാണ് വണ്ടിയുടെ സ്വാഗതം. നമസ്കാരം. അപ്പോൾ അത്യാവശ്യം വീണ്ടും സ്റ്റോക്ക് വന്നില്ലേ? പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് വാഗണാർ, സ്വിഫ്റ്റ് അങ്ങനെ വണ്ടികളാണ്, കുറച്ച് മോഡൽ കൂടിയ വണ്ടികളാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലോൺ 2010 മുതൽ ചെയ്യുന്നുണ്ടല്ലോ. RTA വർക്ക്, ഇൻഷുറൻസ്, വണ്ടി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ. അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അതുപോലെ ഷവർലെ ഏവിയോ 2011 മോഡലാണ്. നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള റെഡ് വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പക്ക. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ആവിയ ലിവ്യാണ് കേട്ടോ. ആവറേജ് കണ്ടീഷൻ, എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. ആ ഒരു വിഷയമില്ല. ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കൊള്ളാം. മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കുറച്ച് ഡാമേജ് ഉണ്ടെന്നേ ഉള്ളൂ. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ വില എങ്ങനെയായിരുന്നു? വെറും 79,000 രൂപ കൊടുക്കാം. 31 വരെ പേപ്പർ ഉള്ള വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2011 ടെസ്റ്റ് കഴിഞ്ഞു. ആ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 5 വർഷം പേപ്പർ ഉണ്ട്. അതെ 79,000 രൂപ. അപ്പോൾ ഫോർഡ് ഫിഗോ എങ്ങനെയാ? 2012 ഫോർഡ് ഫിഗോ ഡീസൽ ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. നമ്മൾ ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി, ഡീസൽ വണ്ടി. പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു വിഷയമില്ല. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ, സീറ്റ് ഫാബ്രിക് ആണ്, കുഴപ്പമില്ല. ഇത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ. AC വർക്കിംഗ് ആണ് ബ്രോ? AC വർക്കിംഗ് ഉള്ള വണ്ടി. പവർ സ്റ്റിയറിംഗ്, AC വരുന്നുണ്ട്. വണ്ടി ഡീസൽ ആണ്. ഓടി മുതലാക്കാം. നിസ്സാര പൈസക്ക് കൊടുക്കാം. 79,000 രൂപ ഡീസൽ വണ്ടി. 2012 സെക്കൻഡ് ഓണർ ഡീസൽ വണ്ടി. വെറും 79,000 രൂപ. നെക്സ്റ്റ് നമ്മുടെ ഫോർഡ് ഫിയസ്റ്റ. നല്ല വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ഡീസലാണ് വണ്ടി. ഡീസലാണ്. നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. 2011 ലാസ്റ്റ് വണ്ടിയാണ്. ഈ വർഷം അവസാനം ടെസ്റ്റ് വരുന്നുണ്ട്. അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങൾ എത്ര ഉണ്ടാവും? കിലോമീറ്റർ 1,00,000 കിലോമീറ്ററിന് മേളിൽ ഓടി. മിറർ ചെറിയ പ്രശ്നമുണ്ട്, വേറെ ബോഡിയൊക്കെ നീറ്റ് ആണല്ലേ? ടെയിലാകുമ്പോൾ ചെറിയ ക്രാക്കുണ്ട്. ചെറിയ പണിയിൽ ചെയ്തെടുക്കേണ്ടി വരില്ലേ ബ്രോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ അതെ. ഇന്ത്യൻ കണ്ടീഷൻ, സീറ്റും അത് ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ചെറിയൊരു കാര്യങ്ങൾ ചെയ്യണം. വളരെ വില കുറച്ച് കൊടുക്കാം. ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണിത്. മെക്കാനിക്കലി കുഴപ്പമൊന്നുമില്ല. മെക്കാനിക്കൽ പ്രശ്നമില്ല. ഡീസലാണ് വണ്ടി. ഓടിച്ച് മോലാക്കാൻ പറ്റിയ വണ്ടിയാണ്. ഒരു പ്രശ്നമില്ല. എങ്ങനെ പ്രൈസ്? നമുക്കൊരു 79,000 രൂപ ഫൈനൽ കൊടുക്കാം. 79. ഡീസൽ വണ്ടി. അടുത്ത വണ്ടി ഐട്ടൺ 2010 ഐട്ടൺ മാഗ്നയാണ്. സിംഗിൾ ഓണർ ആണ്. പുതിയ പേപ്പറാണ്. 30 വരെ പേപ്പർ വരുന്ന വണ്ടിയാണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും? കണ്ടീഷൻ വണ്ടിയാണല്ലോ. കണ്ടീഷൻ വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ കുറവാണ്. ഏകദേശം 70,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ പേപ്പറുമാണ്. ബോഡിയൊക്കെ നീറ്റ് ആണല്ലേ? ബോഡി കാര്യങ്ങളെല്ലാം നീറ്റാണ്. മെക്കാനിക് സൈഡ് ഓക്കെ ആണ്. ഓക്കെ. ഐട്ടൺ മാഗ്നയാണ്. ഒന്ന് വാഷ് ചെയ്യണം, അത്രേ ഉള്ളൂ. കിടന്ന് പൊടി അടിച്ചെടുപ്പുണ്ടല്ലേ? അതെ. സീറ്റ് ഫാബ്രിക് ആണ്, കുഴപ്പമില്ല. അതിനകത്ത് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ്. മാഗ്ന വേരിയന്റ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ്. കാപ്പ എഞ്ചിൻ ആണല്ലേ വരുന്നത്? കാപ്പ. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്ക് 1,35,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 35. ഓഫർ പ്രൈസ് ആണ്. 2010 30 വരെ പേപ്പർ ഉള്ള സിംഗിൾ ഓണർ മാഗ്ന വണ്ടി. ഫിനാൻസ് സിംഗിൾ ഓണർ. ഫിനാൻസ് കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്തത് വാഗണാർ 2011 ആണ്. സെക്കൻഡ് ഓണർ ആണ്. LPG വരുന്ന മോഡലാണ്. കമ്പനി ഇൻബിൽറ്റ് ആണ് വണ്ടി. ഇൻബിൽറ്റ് LPG ഉള്ളതാണ്. അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ്. കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ. ഓക്കെ. വാഗണാർ ഡിയോ ആണ് കേട്ടോ. ഡിയോ LXI ആണ്. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് LPGയുടെ ഓപ്ഷൻ ഉള്ള വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്, ഒരു 50% ടയറൊക്കെ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല. വണ്ടി നീറ്റാണ്. മെക്കാനിക് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം കൊള്ളാം. വണ്ടി ഓടിക്കാനും കൊള്ളാം. 2011 ലാസ്റ്റ് ആണ് വണ്ടി. നമുക്കിത് 1,65,000 രൂപ ഫൈനൽ കൊടുക്കും. ബ്രോ നെക്സ്റ്റ് സെന്നസ്റ്റിലോ 2011 ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഇത് K സീരീസ് വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ. കിലോമീറ്റർ 62,000. ഓക്കെ.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. 2011 6 മാസം വണ്ടിയാണ്. ഓക്കെ, ഇന്റർ കണ്ടീഷൻ കുഴപ്പമില്ല, നീറ്റ് ആയിരിപ്പുണ്ട്. LX വേരിയന്റ് ആണ്. AC പോസ്റ്റിംഗ് 2 ഡോർ പോകുന്നുണ്ട്. K സീരീസ് എഞ്ചിൻ അല്ലേ? K സീരീസ് ആണ്, സിംഗിൾ ഓണർ ആണ്, കമ്പനി സർവീസ് ആണ്, ക്വാളിറ്റി വണ്ടി. ടെസ്റ്റിന് സമയം ഏതാണ്ട് 6 6 മാസമേ ഉള്ളൂ. നമുക്ക് ഈ കണ്ടീഷനിൽ വളരെ വില റേറ്റ് കുറച്ച് കൊടുക്കാം. നമുക്കൊരു 1.29 കിട്ടിയാൽ കൊടുക്കാം. K സീരീസ് ഫിനാൻസും കയറുമല്ലോ? ഫിനാൻസ് കിട്ടും. നെക്സ്റ്റ് ഡാറ്റ്സൺ റെഡിഗോ. 2017 വെറും 42,000 കിലോമീറ്റർ ഓടിയ ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ, കമ്പനി കണ്ടീഷനാണ്, നീറ്റ് വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാ ബ്രോ? ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. കമ്പനി സർവീസ് ആണ്, പക്കാ വണ്ടിയാണ്. ഒരു പുതിയ വണ്ടി എടുക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം. മൈലേജും കിട്ടുമല്ലോ, 20 അടുപ്പിച്ച് മൈലേജും കിട്ടുമല്ലോ ഉറപ്പായും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു വിഷയമില്ല, നല്ല വണ്ടി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് 190 എടുക്കാം, 190 കൊടുക്കാം. ലോൺ എത്ര കയറും? ഏകദേശം ഒരു 1.5 രൂപയ്ക്ക് മേലെ ലോണും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മോഡലും ഉണ്ട്, 2017 ആണ് വണ്ടി. ഡീസൽ സ്വിഫ്റ്റ് ആണ്, VDI ആണ്, 2011 31 വരെ പേപ്പർ ഉള്ള വണ്ടി. 31 വരെ പേപ്പർ ഉണ്ട്, ടെസ്റ്റ് കഴിഞ്ഞു, പുതിയ പേപ്പർ. ഓക്കെ, 5 വർഷം സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ബ്രോ? കിലോമീറ്റർ 80-നകത്തേ ഓടിയിട്ടുള്ളൂ. വണ്ടി കണ്ടീഷൻ ആണോ? ഓക്കെ, സ്വിഫ്റ്റ് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അലോയ്സ്, ടയർ, ABS എല്ലാം വരുന്നുണ്ട്. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല, കണ്ടീഷൻ ആണല്ലോ, നീറ്റ് വണ്ടി. ഓക്കെ, ഇതിനകത്ത് സീറ്റ് ഫാബ്രിക് ആണ്, കുഴപ്പമില്ല. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീസൽ സ്വിഫ്റ്റ് ആകുമ്പോൾ മൈലേജ് എന്തായാലും 20 മേലെ കിട്ടത്തില്ലേ? ഉറപ്പായിട്ട് കിട്ടും. പോരാത്തതിന് സിംഗിൾ ഓണറാണ്. ഈ ടൈപ്പ് സ്വിഫ്റ്റ് സിംഗിൾ ഓണർ കിട്ടാൻ പാടാണ്, റയറായിട്ടേ വരുന്നുള്ളൂ വണ്ടി. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 275 കൊടുക്കാം. 275. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി വാഗണാർ. 2012 ആണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ, VXI ആണ്. VXI. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 68,000. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, കമ്പനി സർവീസ് തന്നെയാണോ? അതെ. ഓക്കെ, VXI വേരിയൻ്റാണ് കേട്ടോ. വേറെ സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്, ഒരു 60% ടയർ ഉണ്ട് കേട്ടോ. സീറ്റ് ഫാബ്രിക് ആണ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VXI വേരിയൻ്റ് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 2,25,000 രൂപ ഫൈനൽ കൊടുക്കാം. 2,25. ഫിനാൻസ് എത്ര കയറും അപ്പോൾ? ഏകദേശം ഒരു 1.80 വരെ ലോണും കിട്ടും. അപ്പോൾ അടുത്ത വേണ്ടി സ്വിഫ്റ്റ്. 2007 ആണ്, സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ, 4 ബ്രാൻഡ് ന്യൂ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. LXI ആണ്, 27 വരെ പേപ്പറും ഉണ്ട്. ഓക്കെ, വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ ബ്രോ? അതെ അതെ. ഓക്കെ, വണ്ടി നീറ്റാണ്, LXI വേരിയൻറ്റ്. സീറ്റ് ഫാബ്രിക് അല്ല, സീറ്റോട് ചെയ്തിട്ടുണ്ട് കേട്ടോ. LXI ആണ്, AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? അതെ അതെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ വില വരുന്നത്? ഇത് നമുക്കൊരു 1,39,000 രൂപ ഫൈനൽ കൊടുക്കാം. 1.39. അപ്പോൾ അടുത്ത വാഗണാർ 2013 ആണ്, സിംഗിൾ ഓണർ ആണ്, സിംഗിൾ ഓണർഷിപ്പ്, 62,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, വണ്ടി കണ്ടീഷൻ നീറ്റാണ് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നീറ്റ് ആയിരിക്കും. ജസ്റ്റ് ഒരു വാഷ് ചേർത്താൽ മതി. ടയർ കണ്ടീഷൻ ഒരു 50% ടയർ കണ്ടീഷൻ ഉണ്ട്, വണ്ടി വാഷ് ചെയ്താൽ മതി, നീറ്റാവും. ഇൻ്റർ കണ്ടീഷൻ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിരിക്കുന്നുണ്ട് കേട്ടോ. അത് സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. LXI വേരിയൻ്റ് അല്ലേ? ഓക്കെ, LXI സിംഗിൾ ഓണർ ആണ്, വെറും 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന്റെ പ്രൈസ് എങ്ങനെ പറഞ്ഞ ബ്രോ? 2.35 കിട്ടിയ ഫൈനൽ കൊടുക്കും. 2.35. ഫിനാൻസ് കിട്ടുന്നതാണ്, ഏകദേശം ഒരു 1.80 വരെ ലോണും കിട്ടും. സ്വിഫ്റ്റ് VDI ആണ്, 2019 വണ്ടിയാണ്. 19 ഡീസൽ. അതെ അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ ആണ്, കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. കിലോമീറ്റർ 95,000. ഓക്കെ, കമ്പനി സർവീസ് തന്നെയാണോ? അതെ അതെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 5.75 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 5.75. ഓക്കെ, ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഏകദേശം ഒരു 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ലോൺ ഫിനാൻസ് കിട്ടും.